ഹലോ, ഈ പൊടി പൊടിയായിട്ട് വീണുകൊണ്ടിരിക്കുന്നത് മഴയല്ല കേട്ടോ, നല്ല അസൽ സ്നോ ആണ്. ഇന്ന് നല്ല സ്നോഫോളും അതായത് സ്റ്റോമും ഒക്കെ ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സോ ഞങ്ങളെല്ലാം വളരെ കട്ട വെയിറ്റിംഗ് ആയിട്ട് കാത്തിരുന്ന സ്നോഫോൾ ഡേ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നോട്ടിങ്ങാമിൽ നമുക്ക് 1-2 ദിവസമൊക്കെ മാത്രമായിരിക്കും വർഷത്തിൽ സ്നോഫോൾ ഉണ്ടാവുക. അത് ചിലപ്പം എക്സാക്ട്ലി ഡിസംബർ ജനുവരിയിൽ തന്നെ വരണമെന്നൊന്നുമില്ല, എപ്പോഴെങ്കിലും വരും. അപ്പം ഇന്ന് എന്തായാലും നല്ല കട്ടയ്ക്ക് സ്നോ പെയ്യാണ്. അപ്പം അത് കണ്ടിട്ട് അകത്തിരിക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല. ഞാൻ എന്തായാലും പുറത്തിറങ്ങി കുറച്ച് അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നേരത്തെ തന്നെ മഴ നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പം മഴയും ഈ സ്റ്റോമും സ്നോഫോളും എല്ലാം കൂടെ ആയിട്ട് ശരിക്കും സ്നോ ഇതുപോലെ തിക്കായിട്ട് താഴോട്ട് എത്താൻ വേണ്ടി കുറച്ചധികം നേരം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് സ്നോ വെച്ചിട്ട് സ്നോമാനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ മുൻപരിചയമില്ലാത്തത് കൊണ്ടായിരിക്കും അതൊക്കെ പോവുകയായിരുന്നു. ഞങ്ങളുടെ വീട്ടിന് തൊട്ട് ഫ്രണ്ടിലാണ് ബസ് സ്റ്റോപ്പ്. അപ്പം ബസ് വന്ന് എൻ്റെ മുന്നിൽ നിർത്തി ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റും സ്നോഫോളും ഒക്കെ കേട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് വേറെ ഏതോ ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നതെന്ന് തോന്നി ശരിക്കും. എനിവേ കുറേ നേരം അതിൽ മഞ്ഞിൽ കളിച്ച് ഞാൻ ഈ ജാക്കറ്റും ഗ്ലൗസും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഒരു തണുപ്പേ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. ഈ റോഡിലെ ഒരു കറുത്ത കളർ കാണുന്നില്ലേ, ഇത് ബ്ലാക്ക് ഐസാണ്. ശരിക്കും നമ്മൾ ഈ വണ്ടിയൊക്കെ പോകുമ്പോൾ ചെളി പോലായിട്ട് അത് മാറും. അപ്പോൾ ആദ്യത്തെ ഘട്ടം മഞ്ഞിലുള്ള കളി കഴിഞ്ഞ് അകത്ത് കയറി. അപ്പോഴാണ് അഖിലിനവൻ്റെ RC കാർ ഒന്ന് പുറത്തിറക്കി ഓടിച്ചാലോ എന്നൊരാഗ്രഹം, മഞ്ഞിൽ ഓടിച്ചാലോ എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ എന്തിനാ ആഗ്രഹങ്ങൾ വെച്ച് നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പുറത്തോട്ടിറങ്ങി. അപ്പം പുറത്ത് നമ്മുടെ യാർഡിൽ ഭയങ്കര തിക്കായിട്ട് ഓൾറെഡി മഞ്ഞപ്പോൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റൊക്കെ കത്തിച്ച് അവൻ്റെ കുഞ്ഞു കാർ ഞങ്ങൾ അവിടെ ഓടിച്ചു നോക്കി. കുറച്ച് നേരമൊക്കെ അത് നല്ലപോലെ വർക്കായി. പക്ഷേ നല്ല തണുപ്പ് കൊണ്ടായിരിക്കണം അതിൻ്റെ ബാറ്ററിയോ എൻജിനോ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് നേരം അതിൽ നമുക്ക് കളിക്കാനായിട്ട് അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നാളെ രാവിലെ വരെ മഞ്ഞ് പെയ്യുമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നാളെ ഡ്യൂട്ടിക്ക് പോകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. എന്തായാലും നമുക്ക് പറ്റുന്ന സമയം നമ്മൾ എൻജോയ് ചെയ്യുക. അപ്പം ഞാൻ മാക്സിമം പുറത്തിറങ്ങി അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അതോട്ട് കയറാനേ തോന്നുന്നില്ല. ഇത് എത്ര നേരം പെയ്യും, ഇനി കുറേ തിക്കാവും എന്നൊക്കെ ഉള്ള ഡൗട്ടാണ് എനിക്ക്. അപ്പോൾ എന്തായാലും പാതിരാത്രി ആയതുകൊണ്ട് ഇനി വീട്ടിലകത്തോട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ടും ഞാൻ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുവാണ്. നാളെ എങ്ങനെ ഡ്യൂട്ടിക്ക് പോകുമെന്നുള്ളതാണ് സംശയം. അഖിലിന് എന്തായാലും പോകാൻ പറ്റില്ല എന്ന് ഇവൻ്റെ കാറിൻ്റെ കോലം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഏകദേശം. ഇത് നമുക്ക് ഐസ് മാറ്റാം, പക്ഷേ എൻജിനൊക്കെ നല്ല തണുത്തിട്ട് എന്തായിരിക്കും അവസ്ഥയെന്നറിയില്ല. പിന്നെ ഈ റോഡിൽ കാണുന്ന ബ്ലാക്ക് ഐസാണ് വില്ലൻ, അത് നമ്മളെ തെന്നി വീഴ്ത്തും. അപ്പം നാളത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് കാണാം നാളെ. ബൈ.